സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഡ്വാൻസ്ഡ് ജീനിയസ്. എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാകും. അത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകുക എന്നത്. പവർ ബട്ടൺ അമർത്തിയിട്ടും സ്വിച്ച് ഓൺ ആക്കാൻ നോക്കിയിട്ടും ഓൺ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വേഗം വീഡിയോ തുടങ്ങാം. ഒന്നാമത്തെ കാര്യമാണ് ചാർജ് ചെയ്യുക. ഒരു 15 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ ഫോൺ ചാർജ് ചെയ്യുക. അങ്ങനെ ചാർജ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു പക്ഷേ താനെ ഫോൺ ഓണാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ടിപ്പാണ്, ഫോൺ ഹാങ് ആയതിനു ശേഷമായിരിക്കും ഇങ്ങനെ ഓഫായി പോവുക. ഹാങ് ആകുന്ന സമയത്ത് ഫോണിൻ്റെ എത്ര ശതമാനം ചാർജ് ഉണ്ടായിരുന്നു നോക്കാൻ പറ്റുന്ന വില നോക്കുക. പിന്നെ ഹാങ് ആകുന്ന സമയത്ത് ഫോൺ അധികം ടച്ച് ചെയ്യാതെ ലിമിറ്റഡായി പയ്യെ ടച്ച് ചെയ്യുക. അടുത്ത ടിപ്പാണ്, ചില ഫോണൊക്കെ ബാറ്ററി ഊരാൻ സാധിക്കും. അങ്ങനെ പറ്റുന്നതാണെങ്കിൽ ബാറ്ററി ഊരിയിട്ട് രണ്ടാമത് ഇട്ട് നോക്കുക. അടുത്ത ടിപ്പാണ്, ബാറ്ററി ഊരാൻ പറ്റുന്നതാണെങ്കിൽ ഊരിയിട്ട് ബാറ്ററി ബൾജിലായോ ലീക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ്. അടുത്ത ടിപ്പ് എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെന്ന് വെച്ചാൽ വോളിയം ബട്ടനും പവർ ബട്ടനും ഒരുമിച്ച് പിടിക്കുക ഒരു 30 സെക്കൻഡത്തോളം. അപ്പോൾ സ്ലീപ്പ് മോഡിൽ നിന്ന് ഓണാകും. അതാണ് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഫോൺ ഓൺ ആവുക തന്നെ ചെയ്യും. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതൊക്കെയായിരുന്നു ടിപ്സ്. എന്നിട്ടും ഓൺ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു വഴിക്കും ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഫോണിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. സജഷനും അടുത്ത വീഡിയോക്ക് പറ്റിയ ടോപ്പിക്കും കമൻറ്റിൽ അറിയിക്കാം. സോ